അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ, അതായത് സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരമായിട്ടുണ്ടായിരുന്ന രാജസ്ഥാൻ യുണൈറ്റഡ് FC എതിരെയായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളിന്റെ ഏകപക്ഷീയമായ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചത് ആരാധകർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും മത്സരത്തിലെ ഒരു മോശം പ്രകടനത്തെ ചൊല്ലി ആരാധകരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ താരങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും 87-ാം മിനിറ്റിൽ ഒരു മികച്ച ഗോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോൾദോ ഒബേറ്റ ഒരു മികച്ച ഹെഡറിലൂടെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു പുതിയ താരമായിട്ടുള്ള ഇവാൻ റോഡ്രിഗസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു അസിസ്റ്റും ഒരു വേൾഡ് ക്ലാസ് ലെവൽ അസിസ്റ്റിന് തന്നെ പറയുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്തതായിട്ട് നേരിടേണ്ടതായിട്ട് വരുന്നത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ്. കഴിഞ്ഞുപോയ ഇത്രയും നാളുടെ സീസണിൽ ഹൈദരാബാദ് FC ആയി തുടർന്നിട്ടുണ്ടായിരുന്ന ക്ലബ്ബായിരുന്നു. നിലവിൽ അവർ പ്ലേസ് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തങ്ങളുടെ പൊസിഷൻ മാറ്റിക്കൊണ്ട് പുതുതായിട്ട് അവർ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി എന്ന പേരിലാണ് പുതുതായിട്ട് വരുന്നത്. സോ ആ ഒരു സമയത്ത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാമത്തെ മത്സരം കളിക്കുവാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് സാധ്യതയുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗോൾ കീപ്പറായിട്ട് നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും തുടരുവാനായിട്ടുള്ള സാധ്യതകൾ. കാരണം അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് ആ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെയായിട്ട് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 2 ക്രൂഷ്യൽ സേവുകളാണ് അദ്ദേഹം മത്സരത്തിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനാൽ തന്നെ അദ്ദേഹത്തെ മാറ്റുവാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ ഇവാൻ റോഡ്രിഗസ് എന്തായാലും സ്ക്വാഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് തന്നെ നമുക്കുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന് ഒപ്പം ഒരു സ്റ്റോപ്പറായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പർ ബാക്ക് ആയിട്ട് കളിക്കുവാനായിട്ട് സാധ്യതയുള്ള താരമാണ് വികാസ് ഷിംഗ്നാം. ഇനി ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഐബൻ ഡോഗ്ലിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അമീർ റാണവടേക്കും ഒരു സാധ്യതയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ഇനി മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാതിരുന്ന ഒരു പെർഫോമൻസ് ആണ് ഡാനിഷ് ഫാറൂഖ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞുപോയ മത്സരത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ മാറ്റുമെന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കോർണർ കിക്ക് ഒക്കെ എടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് പോസ്റ്റിൽ അടിച്ച് പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞുപോയ മത്സരത്തിൽ കണ്ടതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റുമെന്നൊരു സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു മത്സരത്തിലും അദ്ദേഹത്തെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള. അദ്ദേഹത്തോടൊപ്പം തന്നെ ഫ്രെഡി ലാലൻ മാവി എന്ന് പറയുന്ന താരത്തിനും ഇറങ്ങുവാനായിട്ടുള്ള, അതായത് ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇവർ രണ്ടുപേരും ഇറങ്ങുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇനി ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ ലൂണയ്ക്കും അതോടൊപ്പം തന്നെ നോഹ സദോയ്ക്കും നമ്മൾ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ പോലും അഡ്രിയാൻ ലൂണയ്ക്ക് പകരം വിങ്ങിൽ കളിക്കുവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ കോറു സിംഗിനാണ്. ഇന്ത്യൻ താരമായിട്ടുള്ള അദ്ദേഹമായിരിക്കും വിങ്ങി കളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും കോറു സിംഗും അതുപോലെ തന്നെ നോഹ സദോയും വിങ്ങിൽ കളിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നോഹ സദോയി കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഇറക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഇറക്കുമോ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ലൂണയ്ക്ക് തന്നെയാണ് അവിടെ ഒരു സാധ്യതയുള്ളത്. എങ്കിൽ പോലും ഒരു പക്ഷേ വിങ്ങിൽ കളിക്കുവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട് അദ്ദേഹം. അതിനാലാണ് നമ്മൾ ആദ്യം അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായത്. എങ്കിൽ പോലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ലൂണ തന്നെ തുടരുവാനായിട്ടുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ നമ്മൾ ഒരുപാടധികം ആരാധകർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കോൾദോ ഒബേറ്റ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സ്പാനിഷ് താരമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹെഡർ തന്നെ വളരെ മികച്ചതായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടതാണ്. പോരാത്തതിന് അദ്ദേഹം പലപ്പോഴും ബോക്സിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി സ്വന്തമായിട്ട് അടിച്ച് നശിപ്പിക്കാതെ അദ്ദേഹം അത് ഒരു ചാൻസ് ആയിട്ട് റീബിൽഡ് ചെയ്ത് എടുക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ, അതായത് മറ്റുള്ള താരങ്ങൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിൽ പോലും പരിശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പല ബോളുകളും സ്റ്റോപ്പ് ചെയ്ത് മറ്റുള്ള താരങ്ങൾക്ക് ഷൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പലപ്പോഴും പല ബോളുകളെയും ഫേസ് ചെയ്യുന്നത്. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിന് വളരെ മികച്ച ഒരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ലഭിച്ചിട്ടുള്ളത്. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിനും വരുവാനായിട്ട് പോകുന്ന മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ എന്നാൽ തന്നെ ഇവരൊക്കെ ആയിരിക്കും വരുവാനായിട്ട് പോകുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളത്. എങ്കിൽ പോലും പല താരങ്ങളിലും മാറുവാനായിട്ട്, അതായത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പല താരങ്ങളുടെ സ്ഥാനം മാറുവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ് ഏതൊരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ടുള്ളത്.